ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് വിശ്വസിക്കുക. ആ അർത്ഥം നിങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്നും. ഫോക്കസിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഡ്യൂക്കേഷൻ പ്ലസിലുള്ളത് അഥീന എഡ്യൂക്കേഷൻസിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ മിസ്റ്റർ VNP രാജ് സറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഹെൽത്തി വേ ഓഫ് ലിവിങ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം സംസാരിക്കുന്ന ഒരു കാര്യമാണ് ലൈഫ് സ്റ്റൈൽ. ഒരു കുട്ടി അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഹെൽത്തി വേ ഓഫ് ലിവിങ് ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പം നമ്മളുടെ സ്കൂളുകളിലേക്ക് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ വരുന്ന കുട്ടികൾക്ക് ഒരു ഹെൽത്തി വേ ഓഫ് ലിവിങ് അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പാത്ത് വേ നമ്മളെങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത്? Healthy way of living before a child come to the school. ഇതായിരിക്കണം ചോദ്യം. വളരെ എനിക്കിഷ്ടപ്പെട്ടൊരു ചോദ്യമാണിത്. കുട്ടികളെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കണോ, കുട്ടികളെ നമ്മൾ ഉറങ്ങാൻ പഠിപ്പിക്കണമോ, കുട്ടികളെ നമ്മൾ കളിക്കാൻ പഠിപ്പിക്കണോ, കുട്ടികളെ നമ്മൾ പെരുമാറ്റ രീതി പഠിപ്പിക്കണോ, സംസാരിക്കാൻ എങ്ങനെ പഠിപ്പിക്കും? ഇതൊക്കെയാണ് എല്ലാ അച്ഛനമ്മമാരുടെയും വലിയൊരു ചലഞ്ച്. കുട്ടി ജനിക്കുന്നവരെ കുട്ടി ഒന്ന് ജനിക്കാൻ വേണ്ടിയുള്ളൊരു ചലഞ്ച്, കുട്ടി ജനിക്കുന്നവരെ ഡോക്ടറെ കണ്ടുകൊണ്ടേയിരുന്ന് പരിരക്ഷിക്കാനുള്ളൊരു ചലഞ്ച്, കുട്ടി ജനിച്ചു കഴിയുമ്പോഴാണ് പുതിയൊരു ചലഞ്ച്. ഇതിനെ സ്കൂൾ എത്തിക്കുന്നത് വരെ ഇതിനെ എങ്ങനെ ഒന്ന് കൊണ്ടുവരണം. സിമ്പിളാണ്, വെരി വെരി സിമ്പിളാണ്. കുട്ടി ഒന്നും പഠിക്കാതെയാണ് ജനിക്കുന്നത്. ഒരു നല്ല ബുദ്ധിയും പരിശുദ്ധമായ മനസ്സും കൊണ്ടാണ് ഒരു കുട്ടി ജനിക്കുന്നത്. ചില തത്വങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കുട്ടിക്ക് മുൻജന്മ വാസനകൾ ഉണ്ടായിരിക്കും, അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ ഒരു കുട്ടി എന്ന് പറയുന്നത് 1 ബില്യൺ ന്യൂറോൺസാണ്. ആ ന്യൂറോൺസിൻ്റെ സ്വഭാവ രീതിയാണ് അനുകരണം, ആസ്വാദനം, പ്രകടിപ്പിക്കൽ. ഇതൊക്കെ ന്യൂറോൺസിൻ്റെ പണിയാണ്. ആ ന്യൂറോൺസ് അതിനു വേണ്ടിയാണ് കണ്ണും ചെവിയും മൂക്കും നാക്കും ത്വക്കും എല്ലാ അവയവങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂറോൺസിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാണ്. ഒരു മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ ഒരു സംഘം ന്യൂറോൺസ്, അതിൻ്റെ പ്രവർത്തന രീതിയാണ് ഒരു മനുഷ്യൻ. അപ്പോൾ ഒരു കുഞ്ഞിനെ എങ്ങനെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, ബിഹേവിങ് ഹാബിറ്റ്സ്, റെസ്പെക്റ്റിംഗ് ഹാബിറ്റ്സ്, പ്ലേയിങ് ഹാബിറ്റ്സ് ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ചോദ്യം. അതിൽ പാഠം നമ്പർ 1, ഏത് മതസ്ഥരായാലും ആ മതത്തിലെ ദൈവത്തിനെ ഓർത്ത് ഈ കുഞ്ഞിനെ അവരുടെ വേറൊരു രൂപമാക്കാൻ നോക്കല്ലേ. ഞാനിങ്ങനെ, എൻ്റെ കുഞ്ഞിങ്ങനെ, ഞാൻ ഇത്രേ ആയുള്ളൂ, എൻ്റെ കുഞ്ഞ് ഇത്രേ ആകണം. അവിടെ നിന്നാണ് ഈ താളം തെറ്റൽ. കുഞ്ഞിനെ കുഞ്ഞാകാൻ അനുവദിക്കുക. അലൗ ദ ചൈൽഡ് ടു ബി എ ചൈൽഡ്, നെവർ അലൗ ദ ചൈൽഡ് ടു ബി ആൻ അഡൾട്ട്. നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയിൽ പെരുമാറുക, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ പെരുമാറുക, സർവോപരി നമ്മളുടെ വാത്സല്യം കാണിക്കാൻ വേണ്ടി എപ്പോഴും ഒക്കത്തെടുത്ത് വച്ചുകൊണ്ടിരിക്കുക, നമ്മൾ കെട്ടിപ്പിടിച്ചതിന് ഉറക്കമുള്ളെന്ന് വയ്ക്കുക. ഇതൊക്കെ തന്നെ കുഞ്ഞിൻ്റെ ന്യൂറോൺസ് ആവശ്യമില്ലാത്ത അഭിനിവേശങ്ങളുണ്ടാക്കും, അട്രാക്ഷൻസ്. കുഞ്ഞിനെ ഒന്ന് ഫ്രീ ആക്കി വിടുക. ആ കുഞ്ഞായി വരുമ്പോൾ തന്നെ തന്നെത്താൻ കളിക്കാൻ അനുവദിക്കുക, സ്വതന്ത്രമായ രീതിയിൽ പെരുമാറാൻ അനുവദിക്കുക. കുഞ്ഞിന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് കൊച്ചു കൊടുക്കുക. ഡെവലപ്പ് ദ ചൈൽഡ് ആസ് മച്ച് ഇൻഡിപെൻഡൻ്റ് ആസ് ഇറ്റ് ക്യാൻ ബി. സ്നേഹിക്കേണ്ടെന്നൊന്നുമല്ല,
സ്നേഹിക്കേണ്ട സമയത്തൊന്ന് സ്നേഹിച്ചാൽ മതി. അതിന് അച്ഛനോടും സ്നേഹം ഉണ്ടാവും, അമ്മയോടും സ്നേഹം ഉണ്ടാകും. അതിന് കളിക്കേണ്ട സമയത്ത് അച്ഛനമ്മമാരുടെ അടുത്ത് വന്നോളും. പക്ഷെ അതിനെ എടുത്തിട്ട് പാമ്പർ ചെയ്ത് ഒക്കത്ത് വെച്ച് സ്പൂണിൽ കൊടുത്ത് വാരി കൊടുത്ത് ഒന്നും ചെയ്യണ്ട. കുഞ്ഞായിരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് കുളിപ്പിച്ച് കൊടുക്കേണ്ടി വരും. ഒരു 1.5 വയസ്സാകുമ്പോൾ തന്നെ ടോയ്ലറ്റൊക്കെ തന്നെത്താൻ വിട്ടാൽ ചെയ്തോളും. ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഭക്ഷണം കഴിക്കാൻ ഒരു 1.5-2 വയസ്സ് തൊട്ട് തന്നെത്താൻ കഴിച്ചോളും. ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. എരിവ് വേണമെങ്കിൽ എരിവ് കഴിച്ചോട്ടെ, പുളി വേണമെങ്കിൽ പുളി കഴിച്ചോട്ടെ. കുഞ്ഞിനെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക. ഒരു ഡിസ്റ്റൻസിൽ നിന്ന് വാച്ച് ചെയ്യണം. അപകടകരമായ കാര്യങ്ങളൊന്നും ചെന്ന് പിടിക്കരുത്. തിരിച്ചറിയുന്നത് വരെ. ഇനി സംഭാഷണം കുഞ്ഞിനെ പെരുമാറാൻ പഠിപ്പിക്കണ്ട. നമ്മൾ പെരുമാറുന്നത് തന്നെയാണ് കുഞ്ഞ് പഠിക്കുന്നത്. നമ്മൾ വീട്ടിൽ വരുന്ന ഒരാളോട് ഹൃദയശുദ്ധിയോടുകൂടി സ്വീകരിക്കാൻ പഠിച്ചില്ലെങ്കിൽ, നമ്മളെ സ്വഹൃദയത്തിൽ നിന്നും വെൽക്കം ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ, ടാറ്റ ബൈ ബൈ പറഞ്ഞ് വിടാൻ പഠിച്ചില്ലെങ്കിൽ, നല്ല രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ ഈ കുഞ്ഞ് നല്ല രീതിയിൽ പെരുമാറുന്ന വിചാരിക്കുകയേ വേണ്ട. മോനെ ഗുഡ് മോർണിംഗ് പറയടാ, അങ്കിളിന് ഗുഡ് മോർണിംഗ് പറയടാ, മോൻ്റെ പേര് പറയടാ, ഒന്നും വേണ്ട. കുഞ്ഞിനെല്ലാം പഠിച്ചോളും. സോ എൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ പ്രീ KGക്ക് മുമ്പുള്ള കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി സ്വന്തം സ്വാതന്ത്ര്യത്തിലുള്ള നിയന്ത്രിതമായ സ്വന്തം ഒരു ഇൻഡിപെൻഡൻറ്റ് ലോകം ഉണ്ടാക്കണം. എന്നിട്ട് കുഞ്ഞ് പോകുന്ന വഴിയെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് അവിടെ ആവശ്യാനുസരണമുള്ള നിയന്ത്രണങ്ങൾ കൊടുത്താൽ മതി. സ്വാതന്ത്ര്യം ബലി കഴിക്കപ്പെടരുത്. ഒരിക്കലും കുഞ്ഞിനോട് പെരുമാറ്റം പഠിപ്പിക്കല്ലേ, കുഞ്ഞിൻ്റെ മുമ്പ് പെരുമാറ്റം കാണിച്ചു കൊടുക്കുക. ആൻഡ് കുഞ്ഞിനെ സ്വയം മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുക. ഇൻഡിപെൻഡൻ്റായിട്ട് എല്ലാം ഉറങ്ങുന്നത് പോലും 3 വയസ്സുകാർ പോയി കിടന്നുറങ്ങിക്കോളും. ആരെയും സഹായമില്ലാതെ പോവും. ഒരിക്കലും ഒരു കുഞ്ഞിനെ പാമ്പർ ചെയ്യരുത്. പാമ്പർ ചെയ്യുന്നത് ആ കുഞ്ഞിനെ കൊല്ലുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇനി ഞാൻ സ്കൂളിൽ ചെന്നാൽ അച്ഛൻ എന്ത് ചെയ്യുക അമ്മ എന്ത് ചെയ്യുമെന്നും പറഞ്ഞിരിക്കും. അൺനെസറി പാമ്പർ ചെയ്യരുത്. അതിനെ ഇൻഡിപെൻഡൻറ്റ് ചൈൽഡായിട്ട് വളർത്തിയെടുക്കുക. കുറേ കഴിയുമ്പോൾ അത് തന്നെത്താൻ കഥകളും ഒക്കെ അന്വേഷിച്ച് പോവും. അതിനെ സ്വതന്ത്രമായി വളർത്തിയെടുക്കുക. കുഞ്ഞിന് എല്ലാ ഹെൽത്ത് ഹാബിറ്റ്സും ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നത്തെ എഡ്യൂക്കേഷൻ പ്ലസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു. Hello and welcome to another segment with Aras Medical Devices Exclusive. In today's segment, we are going to learn more about different types of regulators, flow meters, humidifiers, tubings and face masks. Good evening. My name is K.C. Babu from Aras Medical, and today we are talking about the different type of regulators which is using in the oxygen cylinder or whatever the type of cylinders. One is oxygen, which we are actually using for we are talking about the bull nose with the Schrader valve, which you can use that for the machine as well as to the patient. Second one is we are talking about the regulator, is a single stage regulator. This one is a regulator which you can use for the flow meters, and also you can use the nebulizer and face mask. That is the second one. Third one which you are talking about again you got a multi-stage regulator which you can connect to the cylinder. Whatever the cylinder pressure is there, you can show it that in the regulator. But you got another gauge which is showing it on the system or the patient what is the pressure and flow we are using. We can use that's a multi-stage. Again we got the another type of regulators. All these different type of regulators are different purpose and application. Therefore we should be very careful about the type of regulators, type of flow, how much you are providing, because today what is happening in the history that in a coronavirus patient is need more oxygen. Therefore we are starting from oxygen 1 liter to 86 to about 90 liter flow we have to give to the patient. But all this machine or all these equipments are calibrated to certain pressure and flow. Therefore each and every regulators, each and every flow meters, each and every nebulizers or humidifiers are
calibrated according to the requirement of the patient. But this must be clarified from the physicians or nurses who are experienced in this. Therefore, whatever the products we are supplying, all are certified ISO and also 9001 as well as 13485. Therefore, we have to be very careful that what type of regulators we are providing, what type of cylinders we are providing, what type of gases we are providing. That we have to be careful. Also the purity level. Also the purity level is also like we have to start from the 90 to 93, 93 to 96. This is also available from the PSA unit and also it's available from the VPSA unit. That is actually the purity level is 99.5% is the minimum, but we can't give a 100% oxygen purity level. Therefore, which is coming from the air or in the atmosphere is 21% is the oxygen purity, but you can convert it, you can separate it from the air with the VPSA or PSA unit. That's the way we are actually filling into the cylinders. That cylinder facilities we are providing to the patient. The patient will be depends upon the patient requirement. Doctor and the physician has to recognize that what is the flow, what is the pressure we have to provide. That's very important. Physician has to recognize that, and also pharmacist has to find out the quality. Pharmacist to be given the what is the quality of that gas. That's very important. This will be administered by the nurses. Also that nurses would have the experience in that. Why we are talking about this now about the oxygen? Because many times it's happening that oxygen, the filling system. Sometimes you will not find out the oxygen inside the cylinders. Sometimes we are providing the regulator, but regulator gauges is not working properly or not calibrated for a long time. Also, when you are using the cylinder, whatever the cylinder we used it before, we will not check that what is the percentage of oxygen is inside the cylinder. Also, when you are sometimes we are not opening the knob of the regulator, or sometimes we are not opening the valve for the regulators. All these are sometimes mistakes happening, and also the mistake can happen. Therefore, the patient will be in danger, and knowingly or unknowingly it can happen. Death can happen. That's why we are giving a very clear information or the training to the staff. That's why we got a training center. We are having it. That in the training center we are providing all these services, all this type of giving the difference between the regulator, valves and cylinders. I hope that this will be sufficient to give that proper treatment to the patient. Thank you very much. That brings us to the end of this segment of Aras Medical Devices Exclusive. Until we meet next time, this is your host Ansi Harshal signing off. Take care. Bye-bye. നമസ്കാരം. ഹെൽത്തി വിങ്സിൻ്റെ ഈ എപ്പിസോഡിൽ അതിഥിയായിട്ട് എത്തുന്നത് ഡോക്ടർ സോജൻ സ്കേസ്കറിയ. ഗർഭിണികളിൽ കാണുന്ന പ്രമേഹ രോഗങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. രണ്ട് തരം പ്രമേഹ രോഗങ്ങളാണ് മെയിനായിട്ട് രണ്ടായിട്ട് തിരിക്കാം ഗർഭിണിയിൽ ഉണ്ടാകുന്ന പ്രമേഹ രോഗത്തെ. ഒന്ന് ഗർഭകാലത്ത് മാത്രം ഉണ്ടാവുകയും ഗർഭം പൂർത്തിയാകുന്നതോടുകൂടി ഇല്ലാതാവുകയും ചെയ്യുന്ന GDM, അല്ല ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയും. ഇത് വളരെ ശക്തി കുറഞ്ഞ ഒരു പ്രമേഹമാണ്. അത് സാധാരണ ആദ്യത്തെ 3 മാസത്തിന് ശേഷമാണ് ഇത് ഉണ്ടാകുന്നത്. പക്ഷേ ഗർഭം അതിൻ്റെ പൂർണ്ണതയിലെത്തി പ്രസവത്തോടു കൂടി കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവുകയും. പ്രമേഹ രോഗത്തെപ്പറ്റി ഗർഭിണികൾ ചിന്തിക്കുമ്പോൾ എന്താണ് നമുക്ക് ഒരു രോഗിയെ പ്രമേഹത്തിന് വേണ്ടി പിന്നെ പരിശോധിക്കണമെന്ന് തോന്നാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് റിസ്ക്? ഉദാഹരണത്തിന് നല്ല വണ്ണമുള്ള ഒരു സ്ത്രീ ഗർഭിണിയാവുന്നു, അല്ലെങ്കിൽ നല്ല പ്രമേഹത്തിന് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ ഗർഭിണിയാവുന്നു, അല്ലെങ്കിൽ വേറൊരു സ്ത്രീ കുറച്ച് പ്രായം ആയിട്ട് ഒരു 10-40 വയസ്സിന് മേലെയൊക്കെ ഗർഭിണിയാവുന്നു. പിന്നെ ഇതിനു മുമ്പ് ഗർഭം ഉണ്ടായിരുന്നപ്പോഴൊക്കെ
എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടായ ഒരു സ്ത്രീ വീണ്ടും ഗർഭിണിയാകുന്നു. കൊച്ചിന് എന്തെങ്കിലും വലിപ്പ കൂടുതൽ, എന്തെങ്കിലും അസുഖങ്ങൾ, അല്ലെങ്കിൽ ഗർഭം അലസി പോകുന്ന അവസ്ഥ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ചരിത്രം ഒരു ഗർഭിണിക്ക് മുന്നേ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉള്ളത് സൂചിപ്പിക്കുന്നത് ഇവരിൽ പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇവരുടെ വെറും വയറ്റിലെ ബ്ലഡ് ഷുഗർ ഒരു 92 മേലെയാണെങ്കിൽ, അത് 126 താഴെയുമാണെങ്കിൽ അത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയാം. 126 മേലെയാണെങ്കിൽ 126 മേലെയാണെങ്കിൽ അത് സാധാരണ ടൈപ്പ് 1, ടൈപ്പ് 2 അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗമാണ്. ഒരു 92-നും 126-നും ഇടയ്ക്കുള്ള ഷുഗറാണ് നമ്മൾ കാണുന്നെന്ന് വരികിൽ അവരെ GDM ആണ്. അവരെ ചികിത്സയെപ്പറ്റി നമുക്ക് പറയുന്നതിന് മുന്നേ ഇതിങ്ങനെ ചെക്ക് ചെയ്തു, അവരുടെ ബ്ലഡ് ഷുഗർ 92-നും താഴെയാണ്, കുഴപ്പമൊന്നുമില്ല. അടുത്ത ടെസ്റ്റിങ് ചെയ്യേണ്ടത് ഒരു 24 മുതൽ 28 ആഴ്ച വരെ ഗർഭമായതിനു ശേഷമാണ്. ഈ സമയത്ത് അവരുടെ GTT എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യണം. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. നമ്മളൊരു രോഗിയെ, ഒരു ഗർഭിണിയെ അവരുടെ വെറും വയറ്റിലെ ഷുഗർ നോക്കുന്നു. അതിനുശേഷം അവർക്ക് 75 ഗ്രാം ഗ്ലൂക്കോസ് വെറും വയറ്റിൽ അവർക്ക് വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നു. അവരുടെ 2 മണിക്കൂറിന് ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാര 140-ന് മേലെയാണെങ്കിൽ അവർക്ക് GDM ഉണ്ട് എന്ന് ഉറപ്പാണ്. അപ്പോൾ പ്രമേഹ രോഗം ഗർഭിണികളിൽ വരാൻ 4 കാരണങ്ങളുണ്ട്. ഒരെണ്ണം ഗർഭകാലത്ത് മാത്രം വരുന്ന GDM എന്ന് പറയുന്ന പ്രമേഹമാണ്. മറ്റേത് സാധാരണ സമൂഹത്തിൽ കാണുന്ന ടൈപ്പ് 1 പ്രമേഹം, ടൈപ്പ് 2 പ്രമേഹം, പിന്നെ പ്രത്യേക ഹോർമോൺ അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന പ്രമേഹം. ഈ 4 ഗ്രൂപ്പിൽപ്പെട്ടതും വരും. അതിലേറ്റവും ശക്തി കുറഞ്ഞതും ഏറ്റവും താമസിച്ച് പ്രത്യക്ഷപ്പെടുന്നതും ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് ആണ്. സാധാരണഗതിയിൽ പലപ്പോഴും ഒരു ചികിത്സ പോലും ആവശ്യമില്ല, കുറച്ചൊരു ഡയറ്റ് അങ്ങനെയൊക്കെ വേണ്ടി വരാറുള്ളൂ. മാത്രവുമല്ല പ്രസവത്തോടുകൂടി ഇതില്ലാതാവുകയും ചെയ്യും. പക്ഷേ ഒരു റിസ്ക് ഉണ്ട്. ഈ ആളിന് പിന്നീട് വണ്ണം വെക്കുകയോ അല്ലെങ്കിൽ വ്യായാമക്കുറവുണ്ടാവുകയോ ചെയ്താൽ ഒരു 50% GDM രോഗികൾ പിന്നീട് സ്ഥിരമായിട്ട് പ്രമേഹമുള്ളവരായി മാറാൻ സാധ്യതയുണ്ട്. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. ഫോക്കസിൻ്റെ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ രശ്മി ഗോപകുമാർ സൈനിങ് ഓഫ്. Focus. Presented by Expert United Marine Services and powered by Chembaga Group of Institution and Vivekananda Memorial Public School. Aris Group Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. Co-powered by Aris Group in association with Grand Hyper Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. Gulf Brothers Hair Fixing. Wipe your baldness forever.